നമ്മുടെ കണ്ണും ക്യാമറയും തമ്മിൽ ഒരു വ്യത്യാസമാണ് ഉള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ വ്യത്യാസം എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ ക്യാമറയെക്കുറിച്ചും ഫോട്ടോഗ്രാഫിയെക്കുറിച്ചും പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഇരുന്ന് ഫോട്ടോഗ്രാഫി പഠിക്കാം. എങ്ങനെയാണ് ഒരു മിറർലെസ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു DSLR ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ പ്രൊഫഷണൽ ക്യാമറകൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അതേ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഫോണിൽ പ്രോ മോഡിൽ ഫോട്ടോ എടുക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ കോമ്പോസിഷണൽ ടെക്നിക്കുകൾ, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതികൾ എന്നുള്ളതൊക്കെ നമ്മൾ പ്രൊഫഷണലായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ഫോട്ടോഗ്രാഫി പഠിക്കാം, ക്യാമറ പഠിക്കാം, അതിൻ്റെ എഡിറ്റിങ്ങും എല്ലാം നമുക്ക് പഠിക്കാം. ക്യാമറ ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണും ഒരു പ്രോ ക്യാമറ തന്നെയാണ്. അപ്പോൾ അതിലെ ഫീച്ചേഴ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചെടുത്താൽ പോലും നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ ആ സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഫോണിൽ ഉപയോഗിക്കുന്നതും ക്യാമറയിൽ ഉപയോഗിക്കുന്നതും ഒരേ സെറ്റിങ്സ് തന്നെയാണ്. ബേസിക്കലി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എന്താണ് ക്യാമറയും കണ്ണും തമ്മിലുള്ള പ്രധാന വ്യത്യാസമെന്നും നമുക്ക് വരുന്ന വീഡിയോകളിലൂടെ പഠിച്ചു തുടങ്ങാം.